ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്ന അപ്പോസ്തല പ്രവൃത്തികൾ, ദൈവസഭയുടെ പ്രാരംഭകാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്ത ക്രിയകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അല്പമായിട്ട് ചിന്തിക്കുവാൻ ദൈവം നമുക്ക് സാവകാശം തന്നു. തുടർന്നും കർത്താവിൽ ശരണപ്പെട്ട് നമുക്ക് തുടർന്നും ആ ഭാഗങ്ങളിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഞാൻ വായിക്കാം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടും കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയും വീടുകളുടെയും ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. ഇത് അപ്പോസ്തല പ്രവൃത്തികളിലെ ദൈവസഭയുടെ പ്രാരംഭകാലത്ത് നടന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊരു ഒരു ഇൻഫന്റ് സ്റ്റേജില്, ദൈവസഭയുടെ ഒരു ഇൻഫന്റ് സ്റ്റേജില് അവരുടെ അപ്പോസ്തലന്മാരാൽ നടന്ന സംഭവങ്ങളും അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൊടുക്കുന്ന ഗൈഡൻസ് അനുസരിച്ചും ഒക്കെ ആയിരുന്നു അന്ന് ദൈവസഭ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് വലിയ വ്യക്തതയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ് ആ കാലഘട്ടങ്ങളിൽ ദൈവസഭയെ അപ്പോസ്തലന്മാർ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നടന്ന അത്ഭുതങ്ങൾ, അവിടെ നടന്ന യൂണിറ്റി, അതാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവര് തമ്മിലുള്ള വലിയ യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഈ 32-ാമത്തെ വാക്യത്തിൽ കാണാം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തില് ആരും പറയാതെ തന്നെ അവർക്കുള്ള സകല സ്വത്തുക്കളും അത് വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് ഒരു ബിബ്ലിക്കൽ ടീച്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ, അന്ന് ഇവരുടെ ആ ഒരു ഐക്യതയില്, അന്ന് ഇവർ ഒരുമിച്ചായിരുന്നപ്പോൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അവിടെ വെളിപ്പെട്ട ദൈവസാന്നിധ്യവും അന്ന് അവിടെ വെളിപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഈ കൂട്ടര് വളരെ ശക്തമായിട്ട് അത് വിശ്വസിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളായിട്ടോ വലിയ അനുഗ്രഹങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം കൺസേൺ ആകണമെന്നൊന്നും അവർക്ക് തോന്നിയില്ല. ആ നിലവാരത്തിലുള്ള ഒരു ആത്മസാന്നിധ്യവും ആ നിലവാരത്തിലുള്ള ആരാധനയും ഐക്യതയും ഒക്കെ ആയിരുന്നു അന്ന് പ്രാരംഭകാലത്ത് ദൈവസഭയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 1-2 വാക്യങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ പറയുന്നു, മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് ധാരാളം കൃപ ഉണ്ടായിരുന്നു. ഇന്നും അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ പല ഭാഗങ്ങളിലും ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പലപ്പോഴും ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഒരുപാട് ഫാമിലീസ് ഒരുമിച്ച്, അവർക്ക് കോമൺ ആയിട്ടുള്ള കിച്ചൺ ആയിരിക്കും, അവരിങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന രീതിയിലുള്ള ആൾക്കാര്, പല തരത്തിലുള്ള ആൾക്കാര് ഇന്നും ഇവിടൊക്കെ ഉണ്ട്. ഞാൻ ഈ റീസെന്റ് കേൾക്കുവാനായിട്ടിടയായി പല ചർച്ചസും ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാര്യം പലപ്പോഴും വലിയ വലിയ ബിൽഡിങ്ങുകളും മുറികളും ഒക്കെയുള്ള, ഒരുപാട് മുറികളൊക്കെയുള്ള ഭവനങ്ങളിലും പലരും പ്രായമായി കഴിയുമ്പോൾ ഏകാന്തമായ അവസ്ഥകളിലൊക്കെ പോകുന്നു. അവരെല്ലാവരും സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ഫെലോഷിപ്പിന് ആൾക്കാരൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ട് പല ചർച്ചസ് ഒക്കെ ഇങ്ങനെ കമ്മ്യൂണിറ്റി കിച്ചണും കമ്മ്യൂണിറ്റി ലിവിങ്ങും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ചിന്തിച്ചു വരുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാനായിട്ടിടയായി. വളരെ നല്ല കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ ആ കാലഘട്ടങ്ങളിലും അവര് അങ്ങനെ ജീവിച്ചിരുന്നു. കാര്യം അവരുടെ ജീവിതത്തിൽ ഈ ആരാധനയും ദൈവസാന്നിധ്യവും ഒക്കെ ആയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവരുടെ ബാക്കി കാര്യങ്ങളെ കുറിച്ചല്ല അവർ മറന്ന് അവരൊരുമിച്ച് ജീവിച്ചു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആർക്കും മുട്ടുണ്ടായിരുന്നില്ല. അവർക്കാർക്കും ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ആവശ്യങ്ങളോ അങ്ങനെ ആവലാതികളോ ഒന്നും അവർക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 36-ാമത്തെ വാക്യത്തില് പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് തനിക്കുണ്ടായിരുന്ന സകലതും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു.
ഇവിടെ തൊട്ടാണ് നമുക്ക് അല്പം നിന്ന് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അപ്പൊ പ്രബോധനപുത്രനായ ബർണബാസ് തനിക്കുണ്ടായിരുന്ന സകലതും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ ചർച്ചിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞു കാണും ആ മനുഷ്യന്റെ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ തൻ്റെ ഡെഡിക്കേഷൻ എത്ര വലുതാണ്, തനിക്കുള്ളതെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ താൻ വെക്കുന്നത് കണ്ടപ്പോൾ പലരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്ന ഒരു കുടുംബം, അനന്യാസിന്റെയും സഫീറയുടെയും കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ഫാമിലിയിലും അവർക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി. 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് അനന്യാസ് സഫീറ എന്ന പേരുള്ള ഇവർ രണ്ടുപേരും ഒരു കാര്യം ചെയ്തു. ഈ ബർണബാസ് ചെയ്തതുപോലെ തന്നെ അവരും അവരുടെ നിലമൊക്കെ വിറ്റു. അവർ നിലം വിറ്റതിന് ശേഷം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ താന് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഈ വിറ്റതെല്ലാം ഓക്കെയാണ്, മറ്റുള്ളവർ ചെയ്തതുപോലൊക്കെയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഇവിടെ ഒരു കാര്യം സംഭവിച്ചു. തൻ്റെ ഈ വിറ്റതിൽ നിന്ന് ഒരു ഭാഗം താൻ മാറ്റിവെക്കുവാനായിട്ടിടയായി. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് പല ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് അവിടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് വിശ്വസിച്ചു. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഫാമിലിയും അവരുടെ മനസ്സിനകത്തൂടെ പോയൊരു ചിന്ത എനിക്ക് തോന്നുന്നത്, അവർ പറഞ്ഞു ഇന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുന്നുണ്ട്, ഇന്ന് ഇവർ വലിയ പരിപാടിയായിട്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, നാളെ ഒരു കാലത്ത് ഇതൊക്കെ നിന്നു പോയാൽ എന്ത് ചെയ്യും? ഒരുപക്ഷെ ആ ഒരു ചിന്തയിൽ നിന്നായിരിക്കും അവർ വിചാരിച്ച് ഇനി നാളെ നിന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ഭവനങ്ങളിലേക്ക് പോവുകയും നമ്മുടെ പഴയ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സേവിങ് എടുത്ത് മാറ്റി വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ആ ഒരു ചിന്തയായിരിക്കണം ഒരു പക്ഷേ ഇവരെ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുവാനായിട്ടിടയായത്. പിന്നെ മറ്റൊരു ചിന്ത, എന്തിനാണ് ഈ വ്യക്തികൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്കൊക്കെ പ്രശംസ ലഭിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം, എനിക്കും അതുപോലെ പ്രശംസ ലഭിക്കണം. പലപ്പോഴും ഇത് നമ്മുടെ ചർച്ചസിലും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ഇതുവരെ നമ്മൾ വായിച്ചതൊക്കെ വലിയ കാര്യങ്ങളാണ്. അപ്പോസ്തലന്മാരാൽ നടന്ന പ്രവൃത്തികളും പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ചും ഒക്കെയാണ് ഇതുവരെ നാം കണ്ടത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ 5-ാം അധ്യായത്തിൽ തന്നെ ഈ ഒരു വിഷയം കൊണ്ട് എഴുതേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാര്യം ഇതും ഈ ചർച്ചിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ചർച്ചിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ഒരു കൂട്ടം ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ഇടയിലും ചില കറക്ഷൻസ് ഒക്കെ പരിശുദ്ധാത്മാവിന് ചെയ്യാനായിട്ടുണ്ട്. എന്താണ് ഇവരുടെ ജീവിതത്തിൽ വന്ന കുറവ് എന്താണെന്ന് ചോദിച്ചാൽ, 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില് 3 തരത്തിലുള്ള ടെംപ്റ്റേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 3 തരത്തിലുള്ള ടെംപ്റ്റേഷൻസ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ 3 ടെംപ്റ്റേഷൻസ് ആണ്. 1 യോഹന്നാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഓക്കെ, അതിനകത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഡിസയർ ഓഫ് ദ ഫ്ലഷ്, ദ ലസ്റ്റ് ഓഫ് ദ ഐ ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തില്, അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തില് ഈ 3 കാര്യങ്ങളിലാണ് നാം ഓരോ ദിവസവും ജയം നമുക്ക് ആവശ്യമുള്ളത്. എന്നാൽ ഇത് തെറ്റായ ഒരു കാര്യമാണെന്ന് പറയാനായിട്ടും പറ്റത്തില്ല. ഡിസയർ ഓഫ് ഫ്ലഷ്,
ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, നമുക്ക് വിശക്കുന്നത് ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്, അതും ശരീരത്തിന്റെ ഒരു ഡിസയറാണ്. വിശക്കുമ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ളത് ഒരു ഡിസയറാണ്. പക്ഷെ അവിടെ തന്നെ അമിത ഭക്ഷണമാകുമ്പോൾ അത് പാപമായിട്ട് മാറുന്നു. അപ്പം ഈ ഡിസയർ ഒക്കെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇതിനെ എവിടെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് ഇതിന്റെ ലിമിറ്റ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ കെയർഫുൾ ആയിട്ട് നാം അറിയുകയും അതിനകത്ത് നിൽക്കുകയും ചെയ്യണം. അവിടെയാണ് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിലെ ജയകരമായ ഒരു ജീവിതം നമുക്ക് നയിക്കുന്നതിൽ നമ്മളെ സഹായിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പറയുന്നു ദ ലെസ്റ്റ് ഓഫ് ദ ഐ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കുന്നു. കാര്യം അതിന്റെ ആപ്പിളൊക്കെ നല്ലതായിട്ട് പോളിഷ് ചെയ്തൊക്കെ വെച്ചേക്കുന്ന കാണുമ്പോഴേ നമുക്ക് മേടിക്കാനായിട്ട് തോന്നും. എന്നാൽ ഇത് തെറ്റായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കാണണ്ടാത്തത് കാണുകയും, അല്ലെ നമ്മുടെ കണ്ണിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അത് പാപമായിട്ട് മാറുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്ന പ്രൈഡ് ഓഫ് ലൈഫ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാ മനുഷ്യനും അവര് റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും എല്ലാവർക്കും അപ്രീസിയേഷനോട് വലിയ താല്പര്യമാണ്. അപ്പൊ അതുപോലെയാണ് ഈ അപ്രീസിയേഷന്റെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ഒരു പ്രൈഡിലേക്ക് മാറുന്ന ഒരവസ്ഥ. ഈ പല ചർച്ചസിലെയും വിഷയങ്ങൾക്ക് കാരണമായിട്ട് വരുന്നതും ഇതൊക്കെയാണ്. എൻ്റെ ഈ ഒരു വിഷയത്തോട് ഞാനൊരു മുഴുവനായിട്ട് ചിന്തിക്കുമ്പോൾ, ഇവിടെ ഈ ബർന്നബാസിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു, ഈ ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഒക്കെ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു അനന്യാസിനും സഫീറയ്ക്കും തോന്നി, അന്നെങ്കിൽ പിന്നെ നമുക്കും ഇതുപോലൊക്കെ ചെയ്യണം, നമുക്ക് ഇതുപോലൊക്കെ ഉള്ള ഒരു അപ്രീസിയേഷൻ ലഭിക്കണം. ഇതിനകത്ത് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അപകടകരമായ ഒരു കാര്യം, നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യരുടെ സൈഡിൽ നിന്നുള്ള അപ്രീസിയേഷന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അതോ വാസ്തവമായും ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ തരികയും, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം തരികയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചെയ്യുകയാണോ എന്നുള്ള ഒരു വലിയ ചോദ്യം. നാം എന്ത് ചെയ്താലും അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ മനുഷ്യന്റെ ജീവിതത്തില് താൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ തന്നെ ഈ ഇത്രയും വലിയൊരു പരാജയത്തിലേക്ക് നയിച്ച, മരണത്തിലേക്ക് നയിച്ച ഒരു കാര്യം, അത് എൻ്റെ ജീവിതത്തിലെ പ്രൈഡായിരുന്നു. ഇപ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്നുള്ള കാര്യം 3-ാമത്തെ കാര്യത്തില് നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സംഭവം നടക്കുന്നത് ദൈവസഭയിലാണ്. അതും ദൈവസഭയെന്ന് പറഞ്ഞാൽ ഉണങ്ങി തൂങ്ങിയിരിക്കുന്ന ഒരു ദൈവസഭയുടെ കാര്യമല്ല ഇത് പറയുന്നത്. ആത്മാവിന്റെ അതിശക്തമായ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും റിയലായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും ഓരോ ദിവസവും ദൈവവചനം ഉറപ്പിക്കപ്പെടുകയും അനേകർ കർത്താവിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ആ ഒരു ഉണർവിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. ഹല്ലേലൂയ. ഈ അനന്യാസും സഫീറയും ആരായിരുന്നു എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. അവര് ഒരുപാട് എതിർപ്പുകളുടെ നടുവിൽ, അന്നത്തെ ദൈവസഭയിൽ കടന്നു വന്നവരെല്ലാവരും ഞാൻ വിശ്വസിക്കുന്നത് നല്ല എതിർപ്പുകളുടെ സമയത്ത് ഈ കർത്താവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും കടന്നു വന്ന വ്യക്തികളാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കറക്റ്റായിട്ട് ചർച്ച വരുന്നവര്, ഇതിനപ്പുറത്ത് ദശാംശം കൊടുക്കുന്നവര്, ദശാംശമല്ല അതിലപ്പുറമായിട്ട് വിറ്റ് തങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെ മുഴുവനും വിറ്റ് അപ്പോസ്തലന്റെ കാലെ വെച്ച ആൾക്കാർ. ഇത് മുഴുവൻ കൊടുത്തില്ല എന്നുള്ള വേറൊരു കാര്യം. ഇപ്പൊ ഇങ്ങനെയുള്ള വ്യക്തി തന്റെ ജീവിതത്തിൽ ഒരു മരണത്തിന്
കാരണമായി തീരാൻ അല്ലെങ്കിൽ മരണത്തിൽ വന്ന് തീരുവാനുള്ള കാരണം ഒന്ന് സീരിയസ് ആയിട്ട് നാം ചിന്തിക്കണം. അതിന്റെ എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ ഈ സംഭവം എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിൽ അധികം ശ്രദ്ധ കൊടുക്കാറില്ല. കാര്യം ഇതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്കധികം കേൾക്കാൻ താല്പര്യമില്ലാത്തതുമായ ഒരു കാര്യമാണ് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ സാധാരണ വായിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒക്കെ അധികമായിട്ട് ഈ ഭാഗം ഞാനൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി. കാര്യം ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഇത് നമ്മൾ പോകുന്ന ഒരു ചർച്ചിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്കിതിന്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. ഇത്ര കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ കള്ളം കാണിച്ചെന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. എങ്കിലും ഒരു പക്ഷെ ഇന്ന് നാം കാണുന്ന ഒരു വിശ്വാസികളുടെ സമൂഹത്തിൽ നിന്ന് കമ്പയർ ചെയ്താൽ ഈ മനുഷ്യനെയൊക്കെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെയുള്ള ഈ അനന്യാസും സഫീറയ്ക്കുമാണ് ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസാനം ഉണ്ടാകുവാനായിട്ട് ഇടയായത്. ഇതിന്റെ കാരണം എന്താണെന്ന് 3-ാമത്തെ വാക്യത്തില് അപ്പോസ്തലനായ പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തന്റെ ജീവിതത്തിലെ ഈ പരാജയത്തിന് കാരണം എന്ന് വായിക്കാമോ? അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പോൾ അവിടെ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, സാത്താൻ അനന്യാസിന്റെ ഹൃദയം കൈവശമാക്കി. ഞാൻ നേരത്തെ ആ ഒരു പശ്ചാത്തലം പറഞ്ഞതിന്റെ കാര്യം, ഇത്രയും റിവൈവൽ നടക്കുന്നതിന്റെ നടുവിൽ, ഇത്രയും സീരിയസ് ആയ ഒരു സമൂഹത്തിന്റെ നടുവിൽ, ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ നടുവിൽ ഒരു മനുഷ്യന്റെ ഹൃദയം, ഒരു വിശ്വാസിയുടെ ഹൃദയം സാത്താൻ കൈവശമാക്കി. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡില്, ഇത്രയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്ന ഒരു ചർച്ചിന്റെയും സമൂഹത്തിന്റെ ഇടയിൽ എത്ര പേരുടെ ഹൃദയം സാത്താന് കൈവശമാക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കണം. ആദ്യത്തെ വിഷയം, സാത്താൻ ഈ മനുഷ്യന്റെ ഹൃദയം കൈവശമാക്കി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. ഈ രണ്ട് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു ഭാഗം നമ്മൾ എങ്ങനെ എടുക്കണം? ഈ ഒരു ഭാഗം നമുക്കൊരു പാഠം നൽകുന്നില്ലെങ്കിൽ ഇത് ഈ വേദപുസ്തകത്തിൽ എഴുതുകയും അപ്പോസ്തല പ്രവർത്തികൾ എന്നുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തില് ലൂക്കോസ് ഇത് എഴുതത്തില്ലായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പൊ ഇതെന്തിനു നമുക്ക് വേണ്ടിയിട്ട് എഴുതിയെന്ന് വെച്ചാൽ നമുക്കും ഒരു പാഠമാണ്. നാം എത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞാലും നാം ഓരോ ദിവസവും കഴുകൽ പ്രാപിക്കുകയും ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ വാക്യം നമുക്ക് നൽകുന്നത്. കാര്യം ഈ വ്യക്തിയുടെ ഹൃദയം സാത്താൻ കൈവശമാക്കിയെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ സാത്താൻ പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസും പലതരത്തിലുള്ള മോഹങ്ങളും ഒക്കെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയവും കൈവശമാക്കാം. ഞാൻ ആകെ മൊത്തം ചിന്തിച്ച് നോക്കിയപ്പോൾ ഇവിടെ കൊലപാതകം ഒന്നും നടന്നില്ല, ഇവിടെ വലിയ പാപമൊന്നും നമ്മുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുവാണെങ്കിൽ വലിയ പാപമൊന്നും നടന്നിട്ടില്ല. ഇവിടെ നടന്ന ഒറ്റ കാര്യം, തൻ്റെ ഹൃദയം സാത്താൻ കൈവശമാക്കി താന് കപടം കാണിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ, കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബാറ്റിൽ ആരംഭിക്കുകയാണ്.
നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജഡം, കണ്ണ്, ഹല്ലേലൂയ, നമ്മുടെ അകത്ത് വരുന്ന പ്രൈഡ്, ഇതൊക്കെയാണ് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഐ വിൽ ഓഫർ നത്തിങ് ടു ദ ലോർഡ് ദാറ്റ് ഡസ് നോട്ട് കോസ്റ്റ് മീ സംതിങ്. രണ്ടാമത് താൻ ഇവിടെ വ്യാജം കാണിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, തനിക്ക് പുകഴ്ച ലഭിക്കണം, തനിക്ക് എല്ലാവർക്കും ലഭിച്ചതുപോലെ പുകഴ്ച ലഭിക്കണം. പക്ഷേ അതിനുള്ള പെയിൻ എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ദൈവവേദന, നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിശ്വസ്തതയാണ്, ഫെയ്ത്ത്ഫുൾനെസ്. നമ്മൾ ദൈവത്തോട് കപടം കാണിക്കരുത്, ദൈവത്തോട് പരിശുദ്ധാത്മാവിനോട് കപടം കാണിക്കരുത്. ദൈവസഭയിൽ നാം കടന്നു വരുമ്പോഴും നമ്മുടെ അകത്തുനിന്ന് ഈ കപടം മാറണം. നമ്മൾ എല്ലാ തരത്തിലുള്ള വേലകളും നമ്മൾ കാണാറുണ്ട്. ഹല്ലേലൂയ. ഈ ആദിമ സഭയില് ഇതിനെ അങ്ങ് നന്നായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്തു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് ഈ പത്രോസിന്റെ സ്ഥാനത്ത് നമ്മൾ അങ്ങനെ ആരെങ്കിലും ആണെന്നെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നമ്മൾ നടിച്ചത്, കണ്ടതായിട്ട് ഭാവിക്കത്ത് പോലുമില്ല. കാര്യം ഇതൊരു വിഷയമാക്കി തീർക്കണ്ട എന്നുള്ളതായിരിക്കും നമ്മുടെ അകത്ത് വരുന്നത്. എന്തിനാ ഇത്രയും വലിയൊരു കറക്ഷൻ അവിടെ നടന്നതെന്ന് ചോദിച്ചാൽ, ആ ചർച്ചിന്റെ ആ ഒരു ഇനിഷ്യൽ ഫോർമേഷൻ സമയത്ത് പരിശുദ്ധാത്മാവിന് അതിനകത്ത് യാതൊരു ഡീവിയേഷനും ഉണ്ടാകുവാനായിട്ട് താല്പര്യമില്ല. ചെറിയൊരു വിഷയത്തെ പോലും ഭയങ്കര സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. എന്തിനാണോ ചോദിച്ചാൽ, ജനം അവരുടേതായ രീതിയിൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ അത് ആരംഭിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ, അതിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഭയങ്കര കൺസേൺ ആയിരുന്നു പരിശുദ്ധാത്മാവിന്. അപ്പോൾ ഇവിടുത്തെ കാപഢ്യത്തെ, കപടതയെ, കള്ളത്തരത്തിനെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെ ഡീൽ ചെയ്യുന്നതാണ്. 4-ാമത്തെ വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. എന്താ പറഞ്ഞത്? ഇത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലായിരുന്നോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ പൈസയൊന്നും അല്ല പ്രശ്നം, ഇവിടെ പൈസയൊന്നും അല്ല പ്രോബ്ലം. ഇവിടെ താൻ എത്ര വെച്ചു എന്നുള്ളതല്ല വിഷയം. അല്ലെങ്കിൽ തനിക്ക് വെക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ തനിക്ക് വെക്കണ്ടായിരുന്നു. പത്രോസ് അതാ പറഞ്ഞു, ഇതൊരു കമ്പൽസറി ആയിട്ടുള്ള, മാൻഡേറ്ററി ആയിട്ടുള്ള ടീച്ചിങ്ങോ അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. നീ ചെയ്യണ്ടായിരുന്നു. അല്ലെങ്കിൽ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്കിപ്പം പകുതിയെ വെക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ പകുതി വെച്ചാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അല്ലെങ്കിൽ നീ 10% വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ അത്രയും വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം നീ കാപഢ്യം കാണിച്ചെന്നുള്ളതാണ്. ഡിസീറ്റ്ഫുള്ളായിട്ട് നീ ബിഹേവിയർ ചെയ്തു. ഹല്ലേലൂയ. ഇപ്പൊ ഞാനിത് ചിന്തിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങളും നമുക്കില്ലാത്ത വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിമുകളും ഒക്കെ പരിശുദ്ധാത്മാവ് ഇതിനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ എത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഹല്ലേലൂയ. ഇതിന്റെ സീരിയസ്നെസ് ഒക്കെ അറിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ഇപ്പോഴും ഉണ്ടാകണമേ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥന. നമ്മുടെ ചർച്ചിൽ ഒരു 4 മരണം ഇങ്ങനെ അങ്ങോട്ട് നടന്നാൽ നമ്മൾ ഈ പാട്ടേ നമ്മൾ ഉപേക്ഷിച്ചേനെ. ആദ്യ നൂറ്റാണ്ടിലെ ഈ അനുഭവം പോലെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഈ പറഞ്ഞുള്ള ഈ കള്ളത്തരത്തെയൊക്കെ അങ്ങോട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയ പ്രൈസിലോട് നമ്മൾ പറഞ്ഞേനെ, അതാവേ ആ പരിപാടിയൊന്നും വേണ്ട, നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ പരിപാടിയെ അങ്ങ് നിർത്തിയേനെ. നമ്മൾ പിന്നെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ 2 പാട്ടൊക്കെ പാടി നമ്മളൊരു ചെറിയൊരു ഭാവമൊക്കെ ചിന്തിച്ച് നമ്മളങ്ങ് ആശീർവാദം പറഞ്ഞേ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇന്ന് നാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും
നമ്മൾ ഒരുപാട് അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ബോധ്യം പലപ്പോഴും നമ്മുടെ ഇടയിലില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു പരാജയം അതായിരുന്നു. ഇത്രയും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിനോടാണ്. അതെങ്ങനെ ഈ പരിശുദ്ധാത്മാവിനോടുകൂടെ വ്യാജം കാണിച്ചതെന്ന് ചോദിച്ചാൽ എന്റെ ചിന്തയെന്ന് പറഞ്ഞാൽ ഇത്രയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ നടന്നിട്ട് നിനക്ക് ഇതിനകത്തുനിന്ന് മാറ്റിവെക്കുവാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഈ പരിശുദ്ധാത്മാവിന്റെ അവിശ്വാസമാണ്. ഇതിന്റെ മേലുള്ള ഒരു അവിശ്വാസം. പലപ്പോഴും പല വിഷയത്തിനകത്ത് നമ്മൾ പറയും പ്രാർത്ഥിക്കാം, അല്ലെ പ്രാർത്ഥിച്ചാൽ മതി. എന്നാലും നമ്മുടെ അകത്ത് കിടന്നല്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുകയും കൂടെ ചെയ്യണ്ടായോ? അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യം നടക്കുമോ? ഹല്ലേലൂയ. കാര്യം ദൈവത്തിലുള്ള അവിശ്വാസമാണ് പലപ്പോഴും നമ്മളെ ഇതിനകത്തോട്ടൊക്കെ നടത്തുന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി തന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും വേറെ രീതിയിലൊക്കെ നമ്മൾ അതിനെ ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥിച്ചാൽ മാത്രം ഇല്ല, ദൈവം പാതി മനുഷ്യൻ പാതി എന്ന, നാം പാതി ദൈവം പാതി എന്നൊക്കെയുള്ള ചിന്തകളിലേക്കൊക്കെ പോകുവാനായിട്ട് ഇടയാകും. പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. കടന്നു വരാം. ഇവിടെ താൻ കള്ളം പറയുവാനായിട്ട് ഇടയായി, താൻ കാപട്യം കാണിക്കുവാനായിട്ട് ഇടയായി. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ തന്നെ കുറിച്ച് കുറ്റമായിട്ട് പറയുന്നത്. അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് 5-ാമത്തെ വാക്യത്തില് കാണുന്നു. അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാക്ക് കേട്ട് അനന്യാസ് വീണു, പ്രാണനെ വിട്ടു. ഇത് കേട്ടവരെല്ലാവർക്കും മഹാഭയം ഉണ്ടായി. സഭ അങ്ങ്, ഒരു വാക്കിൽ പറഞ്ഞാൽ സഭ അങ്ങ് സീരിയസ് ആയി. പറയുന്ന വാക്കുകളൊക്കെ ആൾക്കാർ 2-3 പ്രാവശ്യം ചിന്തിച്ചിട്ട് പറയാൻ തുടങ്ങി. അവർക്കെല്ലാം മഹാഭയം ഉണ്ടായി. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിന്റെ നടുവിൽ ദൈവമുണ്ട്. കാപട്യത്തോടുകൂടെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവിടെ നിന്ന് കൈയടിച്ച് പാട്ട് പാടുമ്പം വീട്ടിലെ ചിന്തയും ഓഫീസിലെ ചിന്തയും കൊണ്ടിരിക്കത്തില്ല. ആൾക്കാർ സീരിയസ് ആയി, ഉറക്കം മാറി, കാര്യങ്ങളെല്ലാം മാറി. അവിടെ മഹാഭയം ഉണ്ടായി ആൾക്കാർക്ക്. ഈ ഭയം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സീരിയസ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവസഭ മുഴുവൻ സീരിയസ് ആകുവാനായിട്ടിടയായി. ഏകദേശം 3 മണി ശേഷം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഇത് സംഭവിച്ചതൊന്നും അറിയാതെ മടങ്ങി വന്നു. ഈ വിഷയം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എഴുതിയിരിക്കുന്നു, ബാലിക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. എത്ര സിമ്പിളായിട്ടാ. പോസ്റ്റ്മോർട്ടം ഇല്ല, ആൾക്കാരെ അറിയിക്കുന്നില്ല, വ്യൂയിങ് ഇല്ല, ഒരു പരിപാടിയില്ല, കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇതൊന്നും അറിയാതെ ഭാര്യ സഹോദരി വന്നു. ഭാര്യ സഹോദരി വന്നപ്പോൾ, എന്നാൽ അതെങ്കിലും അടിച്ചിട്ട് നമ്മുടെയൊക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിൽ ആ സഹോദരി എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങും. പത്രോസ് അതൊന്നും അല്ല ചെയ്തത്. പത്രോസ് വീണ്ടും ചോദ്യം ചോദിക്കുക. അതേ ചോദ്യം തന്നെ ഈ സഹോദരിയോടും ചോദിച്ചു. ആ സഹോദരിയോടും ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നേരത്തെ ഒത്തിട്ടായിരുന്നല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ സഹോദരിയും പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണെന്ന്. പറയാണ് പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കൽ ഉണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഭവനത്തിന്റെ ലീഡറാക്കി വെച്ചിരുന്ന ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ ഒരു പാളിച്ച ഉണ്ടായി. പത്രോസ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീയും അവന്റെ കൂടെ ഒത്തു? ഹല്ലേലൂയ. ഒരാൾക്ക് കുടുംബമാകുമ്പോൾ ഒരാളൊന്ന് പുറകിലോട്ട് പോയാൽ മറ്റൊരാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അദ്ദേഹത്തെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാനുള്ളത്. ഒരാളൊന്ന് ബാക്ക് ലൈഡ് ചെയ്തപ്പോൾ നീയും കൂടെ അതിന്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്, കുടുംബമാക്കി വെച്ചിരിക്കുന്നത്. അവരെ പിന്നെ എൻകറേജ് ചെയ്ത് കർത്താവിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. പത്രോസ് ചോദിച്ചതിന്റെ ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ ചോദിച്ചതിന്റെ ഒരു ആശയം ഞാൻ മനസ്സിലാക്കിയതാ. നീയും ഇവനോട് കൂടെ ഒത്തത് എന്ത്?
അങ്ങനെ അവിടെ 2 മരണങ്ങൾ സഭയിൽ നടക്കുക. 2 മരണങ്ങൾ സഭയിൽ നടക്കുന്നു. സർവ്വസഭയ്ക്കും ഇത് കേട്ടപ്പോൾ അവർക്ക് മഹാഭയം ഉണ്ടായി. എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, and have a great fear came over all church. Praise God. 1-2 കാര്യങ്ങളൂടെ തന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയ മറ്റൊരു കാര്യം യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. Praise the Lord. Hallelujah. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. തന്റെ ജീവിതത്തില് പറ്റിയൊരു പ്രശ്നം, ചർച്ചില് ഒരു നല്ല ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു മോഹം ഉണ്ടായി. അവസാനം അതൊരു പാപമായി, കാപട്യത്തിലേക്കും ഒക്കെ പോയി തന്റെ ജീവിതത്തിൽ അവസാനം തൻ മരണത്തിൽ വന്ന് അവശേഷിക്കുവാനായിട്ട് ഇടയായി. തന്നോടുകൂടെ തന്റെ ഭാര്യയും അങ്ങനെ തന്നെ അവസാനിക്കുവാനായിട്ട് ഇടയായി. ഇവിടെ വേറൊരു ചോദ്യം ഉള്ളത്, എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? ഇതൊരു കണ്ടംനേഷൻ ആണോ അതോ ഡിസിപ്ലിൻ ആണോ? കാര്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ഇങ്ങനെ നാം വായിക്കുന്നു, there is therefore no condemnation for those who are in Christ Jesus. വായിച്ചാൽ മലയാളത്തിലൊന്നും, ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ആർഗ്യുമെന്റ്, കർത്താവിലുള്ള അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അവർക്കൊരു കണ്ടംനേഷൻ ഇല്ല എന്നുള്ള റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അങ്ങനെയാണ് നാം പഠിക്കുന്നത്. പക്ഷേ എന്താണ് ദൈവമക്കൾക്കുള്ളത്? അവരെ ഡിസിപ്ലിൻ ചെയ്യുകയുള്ളത്. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 6-11 വാക്യങ്ങൾ അതൊന്ന് വായിച്ചോട്ടെ. ഹീബ്രു ചാപ്റ്റർ 12 verse 6 and 11. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ മതി. അപ്പൊ ഇവിടെ ദൈവമക്കളെ കുറിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാറുണ്ട്. ആ ഡിസിപ്ലിൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ ഡിസിപ്ലിനെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ ഒരുപക്ഷെ അത് ഹാർഡ്ഷിപ്പ് ആയിരിക്കാം, അല്ലായിരിക്കാം, ദൈവം നമ്മളെ ആ രീതിയിൽ കർത്താവിന്റെ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച്, ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ദൈവം നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരുടെയും ജീവിതത്തില്, രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിലേ കഴിയത്തുള്ളൂ. എന്നെങ്കിലേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ നടത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അത് കർത്താവ് ചെയ്യും. പക്ഷേ രക്ഷിക്കപ്പെടാത്തവന്റെ ജീവിതത്തിലാണ് ഈ കണ്ടംനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. അതൊരു തൻ്റെ ഇറ്റേണിറ്റിയെ നഷ്ടപ്പെടുത്തുന്ന, അതൊരു നിത്യശിക്ഷയായിട്ട് നമുക്ക് കാണാം. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. തൻ്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആണോ നടന്നത്, കണ്ടംനേഷൻ ആണോ എന്നുള്ളത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം. പത്രോസ് പറയുന്ന ഒരു കാര്യം, നീ എന്നോടല്ല പാപം ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റിവെച്ചതല്ല ഇവിടുത്തെ വിഷയം. നീ പാപം ചെയ്തത് പരിശുദ്ധാത്മാവിനോട്.
ഈ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെടത്തില്ല. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങളൊന്ന് വായിക്കാം. പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപങ്ങളൊന്നും പൊറുക്കപ്പെടുന്നതല്ല. വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. അപ്പൊ ഇവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അവൻ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഈ ഒരു വിഷയം തന്റെ ജീവിതത്തിൽ എങ്ങനെ കിടക്കുക. രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ ഞാൻ വായിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒന്ന്, മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരൊന്നും അവിടെ കടക്കുകയില്ല. ഇറ്റേണിറ്റി തനിക്ക് ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം, ഞാനത് നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിക്കുക. ഈ ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് അനന്യാസിനെയും സഫീറയും ഒരു കേസ് സ്റ്റഡി ആക്കി വെച്ച് നമുക്കൊന്ന് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം സീരിയസ് ആകണം, എത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ നാം സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു ദൈവസഭയിൽ ഇന്ന് നടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ദൈവസഭ മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അവിടെ അനേക വിഷയങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ദൈവസഭയിൽ തന്നെ കലക്കമുണ്ടാകും. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം തുടക്കം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ, എന്നൊരു പോസിറ്റീവ് നോട്ടോടുകൂടെ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്, അതിന്റെ 12 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയങ്ങളൊക്കെ നടന്നതിന് ശേഷം ദൈവസഭ പിന്നെയും സീരിയസ് ആകുവാനായിട്ടിടയായി. അതിനകത്തുനിന്ന് ആൾക്കാർ ഭയന്ന് ഓടിപ്പോയില്ല, പകരം അവര് ഈ കാര്യങ്ങളിലൊക്കെ സീരിയസ് ആകാനായിട്ടിടയായി. അന്നേരം എന്താണ് അവരുടെ നടുവിൽ നടന്നതെന്നുള്ളത് 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡലത്തിൽ കൂടി വരികയും പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. പ്രൈസ് ഗോഡ്. എന്റെ 15-16 വാക്യങ്ങൾ. രോഗികൾ പുറത്ത് കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ ഏതെങ്കിലും അവരിൽ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി രോഗികളുടെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ആ ദൈവസഭയ്ക്ക് ഒരു കുറവൊന്നും വന്നില്ല. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവസഭയെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ ഈ ദൈവസഭയിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളും പ്രതിസന്ധികളുടെ ഒക്കെ അടുത്ത് വരുമ്പോൾ നമ്മുടെ മാനസികമായ ചിന്തയില് നമ്മൾ വിചാരിക്കും ഇതോടുകൂടെ തീർന്നു. പക്ഷേ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നെങ്കിൽ അതൊരു തുടക്കം തന്നെയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതൊരു പതനമായിരിക്കത്തില്ല. അതിനകത്തൂടെ അങ്ങേപ്പുറത്ത് വലിയ ദൈവപ്രവർത്തികൾ ചെയ്യുവാനായിട്ട്, വലിയ ദൈവപ്രവർത്തികൾ നടക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അതിനുശേഷം അവിടെ അനേകര് കർത്താവിലേക്ക് ചേരുവാനായിട്ട് ഇടയായി. അനേക പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. അനേക രോഗികൾ സൗഖ്യമാകുവാനായിട്ട് ഇടയായി. ദൈവസഭയില് ആൾക്കാര് സീരിയസ് ആകുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ നടുവിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ സീരിയസ്നെസ് ഒക്കെ വളരെ 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 കുറഞ്ഞുപോയി. ഹല്ലേലൂയ. എല്ലാം നമ്മൾ വളരെ ലൈറ്റാക്കി എടുക്കാനായിട്ട് തുടങ്ങി. പലപ്പോഴും നമ്മുടെ വർഷിപ്പിലും ഒക്കെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, നമ്മൾ അത്ര സീരിയസ്നെസ്സോടുകൂടെയാണ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? നാം പലപ്പോഴും വലിയ വലിയ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ ആർ വി റിയലി സീരിയസ്? നമ്മൾ ദൈവത്തെ റിയലായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ റിയലായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അതോ നാം എപ്പോഴും സംശയത്തോടു കൂടാണോ ദൈവസന്നിധിയുടെ അടുത്ത് വരുന്നത്?
ഒരുപക്ഷെ ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അല്പം മാറ്റിവെച്ചത് തൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനോടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ നടക്കുന്നതിനോടോ ഒക്കെ ഉള്ള സംശയം കൊണ്ടായിരിക്കും. ഹല്ലേലൂയ. നാം കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സംശയങ്ങളുണ്ട്. ഈ കർത്താവ് നമ്മളെ തുടർന്ന് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അവൻ നമ്മളെ വഴിയിൽ കൈവിടുന്ന ദൈവമല്ല. പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ, പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്പം മാറ്റി വെക്കാതെ പൂർണ്ണമായും തന്നെ ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയമൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ദൈവത്തിന് കൊടുക്കാം. നമുക്കൊരു പക്ഷേ അനേക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം നമ്മുടെ മുമ്പിൽ, അനേക ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നോ ആ കമ്മിറ്റ്മെന്റിൽ നിന്നോ ഒന്നും നമ്മളെ മാറ്റാതെ വണ്ണം പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കൊടുക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.